പുറമേ ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ, CS എക്സിക്യൂട്ടീവ് ആയിരിക്കും എന്നുള്ളൊരു മുൻധാരണയിലായിരിക്കും ഇവർക്ക്. കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ, അത് വിട്ടാൻ ഞാൻ പോയത്. അത് വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു, 1025 മാർക്ക് ആക്കിയിരുന്നു. സെക്ഷൻസ്, കമ്പനിയിലൂടെ സെക്ഷൻസ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കും. അപ്പോൾ ഈ സെക്ഷൻസ് ഞാൻ ഡെയിലി റിവൈസ് ചെയ്യുമായിരുന്നു. ബസ്സിൽ പോകുമ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ ഞാൻ നോട്ടിൽ സേവ് ചെയ്തിടും. അപ്പോൾ ഈ സെക്ഷൻസ് നമ്മൾ മറക്കില്ല. അങ്ങനെയാണ് കൂടുതലും സെക്ഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. ഫുൾ ഫാമിലി നോക്കേണ്ട ഒരാൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതും ബോത്ത് ഗ്രൂപ്പാണ്. നമുക്ക് അതിൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുക. പൊതുവെ അത്ര ഏതായാലും മൈൻഡ് ചെയ്യാതെ നമ്മൾ നാളത്തെ പരീക്ഷകളുള്ളത് എങ്ങനെയെങ്കിലും പഠിച്ച് തീർത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ള മൈൻഡിലാണ് ഇരുന്നത്. ഏത് സമയത്ത് വിളിച്ചാലും ഏത് സാറുമാരും നമുക്ക് പറഞ്ഞു തരും ഏത് ഡൗട്ടാന്നുള്ളത്. അങ്ങനെ ഒരു എക്സാം ബോറായ നെക്സ്റ്റ് എക്സാം എഴുതാതെ ഇരിക്കും. അവരൊന്നും ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. എങ്ങനെയുള്ളവരാണെങ്കിലും ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. ബിക്കോസ് ദേ ആർ സോ ക്ലോസ് ടു സക്സസ്. ഇച്ചിരി കൂടെ ഒന്ന് പോയാൽ ഉറപ്പാണ് കിട്ടും. എല്ലാ ദിവസവും ഞാൻ പഠിക്കില്ല. മിനിമം 2 മണിക്കൂർ പഠിച്ചാൽ മതി. അത് ഇന്നേ വരെ ഫോളോ ചെയ്തു. ഹലോ ഓൾ, December 24 CS എക്സിക്യൂട്ടീവ് എക്സാമിൻ്റെ റിസൾട്ട് വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ. ഇത്തവണ III ഫാമിലിക്കും ഒരു ഹ്യൂജ് സക്സസ് ആണുള്ളത്. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് III ഫാമിലിയിലെ തന്നെ CS എക്സിക്യൂട്ടീവ് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ആണ്. ലെറ്റ്സ് വെൽക്കം ദം. ഹായ്, റിസൾട്ട് ഒക്കെ വന്നു. അപ്പം ഹൗ ഡു യു ഗൈസ് ഫീൽ? എന്ത് തോന്നുന്നു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട്? സോ ഹാപ്പി. ഒക്കെ അറ്റ് ദ പീക്ക് എന്ന് പറയാം. അത്രയും സന്തോഷം തന്നെയാണ്. എക്സ്പെക്ട് ചെയ്യാത്ത മാർക്സ് ഒക്കെയാണ് നിൽക്കുക. അതെ, റിസൾട്ട് പോലും എക്സ്പെക്ട് ചെയ്യാത്ത ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് പ്രതീക്ഷ വളരെ കുറവായിരുന്നു. ഇത് ഓരോ ഭയങ്കര ടഫായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പം നമ്മൾ ലാസ്റ്റ് എഴുതിയ ഗ്രൂപ്പ് 1 ഭയങ്കര ടഫായിരുന്നു. നല്ല പേടിയായിരുന്നു. കാരണം ഗ്രൂപ്പ് 2 ആദ്യമേ പാസ്സായതുകൊണ്ട് ഗ്രൂപ്പ് 1 അത്രയും എഴുതാൻ പറ്റില്ല, അല്ലെങ്കിൽ അത്ര ഒപ്പിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു മൊത്തത്തിൽ തന്നെ. പിന്നെ സബ്ജക്റ്റും കൂടെ ചില സബ്ജക്റ്റൊക്കെ നല്ല ഭാഗമായിരുന്നു. തീരെ പ്രതീക്ഷിക്കാതിരുന്ന് കിട്ടിയ വിജയമാണല്ലേ. അതാ റിസൾട്ടിനൊക്കെ 2-3 ദിവസം മുന്നേ ഒക്കെ ടെൻഷൻ അടിച്ച് അങ്ങ് അറ്റായത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് ഗ്രൂപ്പ് എഴുതിയപ്പോൾ ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. ഈവൻ എക്സാമിനും ഇല്ലായിരുന്നു, റിസൾട്ടിന്റെ അന്ന് ഇത്ര ഇല്ലായിരുന്നു. ഗ്രൂപ്പ് 1 ആയിരുന്നു അത്രയും പീക്കിലാണ്. പിന്നെ വേറെ കാര്യം ഉണ്ടായിരുന്നു. റിസൾട്ട് ഗ്രൂപ്പ് 2 ഒക്കെ വരുന്ന സമയത്ത് അന്നാ അറിയുന്നത്. ഇന്നാണല്ലോ റിസൾട്ട് അന്നാ ഓർക്കുന്നത്. ഒരാഴ്ച മുമ്പേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നു തവണ. അതുകൊണ്ട് ഒരാഴ്ച മുമ്പേ റിസൾട്ട് വരും. സബ്ജക്റ്റ് നല്ല പാടായിരുന്നു. പക്ഷെ ജയിച്ചു കഴിഞ്ഞപ്പോ ഒരു സന്തോഷമില്ലേ? പിന്നെ ഭയങ്കര ഹാപ്പി ആയി. എക്സിക്യൂട്ടീവ് കഴിഞ്ഞല്ലേ, ഗ്രൂപ്പ് കഴിഞ്ഞല്ലേ, അതിന്റെ പാസിംഗ് പെർസെന്റേജും വളരെ കുറവാണ്. അപ്പം നമ്മൾ ജയിക്കാന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ല. അത്രയും കഷ്ടപ്പെട്ടല്ലേ, ഒന്നുകൂടെ അതേപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ട് പഠിച്ച് പിന്നെയും പോയി. അതെ, പിന്നെ അത് വലിയൊരു സന്തോഷമുള്ള ഫാക്ടറാണ്. വീട്ടുകാർക്കും സന്തോഷമുള്ള ഫാക്ടറാണ്, നമുക്കും വലിയ സന്തോഷമുള്ള ഫാക്ടർ. കാരണം ഒത്തിരി സ്റ്റുഡൻസും വീണ്ടും അറ്റംപ്റ്റ് നടത്തുന്നു. പിന്നെ അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാലേ മോഡിഫിക്കേഷൻസ് കുറെ വരും. ഇപ്പൊ JAGL-ലാണെങ്കിലും ടാക്സിലാണെങ്കിലും മാറ്റങ്ങൾ ഒരുപാട് വന്നു. അതുകൊണ്ട് പിന്നെ എന്തുകൊണ്ട് പഠിക്കും? പഠിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അത് അതേപോലെ പഠിക്കാനും പറ്റില്ല. അമെന്റ്മെന്റ്സ് എല്ലാം വെച്ചിട്ട് ഒന്നുകൂടെ കൺഫ്യൂഷൻസ് ഉണ്ടാവും. അതിൻ്റെതായ ആദ്യം IPC CRPC ആയിരുന്നു. ഈ തവണ അതല്ല, ഇപ്പൊ പുതിയത് വന്നില്ല B. അതാണ് നമ്മള് ഇതിന്റെ കാര്യം പറഞ്ഞു. ഇനിയിപ്പം പാസ്സായതിന്റെ സന്തോഷത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പം നമുക്ക് നിങ്ങൾ എങ്ങനെയാണ് CS-ലോട്ട് വന്നത്? ആരാണ് CS ഉണ്ട്, ഇങ്ങനെ CS എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്, അപ്പം ഇത് നല്ല കോഴ്സാണ്, ഇതിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ലൊരു ഭാവി ഉണ്ടാവും എന്നൊക്കെ ആരാണ് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞത്? എല്ലാവർക്കും ഒന്നും ഈ 12th ഒക്കെ കഴിയുമ്പോഴൊന്നും ഐഡിയ ഒന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്തൊക്കെ വരുമ്പോൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലൊക്കെ, അതുപോലെ ഞാൻ അവിടെ നിന്നാണ് CS-നെ കുറിച്ച് അറിയുന്നത്, സോഷ്യൽ മീഡിയ വഴിയാണ്. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സ് എല്ലാം കൂടെ കാണുമ്പോൾ ഫസ്റ്റ് എന്തായാലും പ്രയോറിറ്റി CA-ക്കാണ് കൊടുക്കുന്നത്. പക്ഷേ CS ആണ് എനിക്ക് പറ്റുന്നതെന്ന് തോന്നിയപ്പോൾ അതുകൊണ്ട് അതെടുത്തത്. നമ്മൾ അതിൻ്റെ CA പറയുമ്പോൾ കൂടുതൽ അക്കൗണ്ട്സിലേക്ക് പോകും. നമുക്ക് ലോ കംപ്ലയൻസ് ഒക്കെ ആയതുകൊണ്ട് മെയിനായിട്ടും നെറ്റ്വർക്ക് വഴി തന്നെ അറിഞ്ഞത്, നമ്മൾ യൂട്യൂബ് ഒക്കെ വഴി അറിഞ്ഞത്. പൊതുവേ കമ്പനി സെക്രട്ടറി പറയുമ്പോൾ മിക്കവർക്ക് അത് അറിയില്ലല്ലോ. നമ്മളും വേറെ 12th കഴിഞ്ഞ് വേറൊരു ഇതിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലാണ് പെട്ടെന്ന് തന്നെ ആയിരുന്നു ഇതിലേക്ക് വരുന്നത്. ഞാൻ കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്തു. ഡിഗ്രിയും PG എല്ലാം എടുത്ത് കമ്പനിയിലും ജോലി ചെയ്ത് അവിടെ ചെന്ന കമ്പനിയിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ ഭയങ്കര ഞാൻ ലുലുവിലാണ് വർക്ക് ചെയ്തത്. ഇന്റർനാഷണൽ കമ്പനിയാണ്, കോർപ്പറേറ്റ്, വലിയ കോർപ്പറേറ്റാണ്. അപ്പം അവിടുത്തെ കമ്പനി സെക്രട്ടറിനെ ഒരു ദിവസം കാണാൻ വേണ്ടി ഞാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങ് ഏറ്റവും ടോപ്പിലാണ്. എന്നുവെച്ചാൽ മാനേജിങ് ഡയറക്ടറും
ആ റൂമിലാണ്. അവിടെ 5-6 പേർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. കയറണമെങ്കിൽ സെക്യൂരിറ്റിയുടെ അനുവാദമൊക്കെ വേണം, അവരെ തന്നെ കൊണ്ടുപോകും. അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് പഠിച്ചാൽ കൊള്ളാം. അപ്പോൾ ഞാൻ അവിടെ നിന്ന് റിസൈൻ വെച്ച് അതിൻ്റെ കൂടെ എനിക്ക് PhD ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. PhDക്ക് ആപ്ലിക്കേഷൻ വെച്ചു. അത് വരാൻ ലേറ്റായി. പിന്നെ കമ്പനി സെക്രട്ടറിക്ക് പോവാൻ അല്ല കൂട്ടത്തിൽ അതിലേട്ടനാണ് അങ്ങനെ ഒരു ഇതേക്ക് നമ്മൾ കൂടുതലും 12th ഞാൻ ആക്ച്വലി LLB കംപ്ലീറ്റഡ് ആണ്. ഞാൻ അഡ്വക്കേറ്റ് ആയിരുന്നു, ഒരു കൊല്ലം പ്രാക്ടീസ് ചെയ്തു. പിന്നെ ഞാനൊരു LLM പഠിക്കാം എന്നുള്ള രീതിയിലായിരുന്നു നിന്നത്. ഇപ്പം LLത്തിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് എന്താണെന്ന് ചെയ്യാം എന്ന് അന്വേഷിച്ച് നടന്നപ്പോഴാണ് CS-നെ പറ്റി അറിഞ്ഞത്. പിന്നെയാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ തുടങ്ങി. കുറേയൊക്കെ പല സ്ഥലത്തും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും വിളിച്ച് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഇവിടെയാണ്. അപ്പം +2 കഴിഞ്ഞ് നിങ്ങൾ ഡയറക്റ്റായിട്ട് വരുമായിരുന്നു. അപ്പം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്ന് വന്നവരാണ്. ജെർലിൻ പറയുകയാണെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, ചേച്ചി 12th കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ്, നേരെ ലോ, അത് കഴിഞ്ഞ് നേരെ കമ്പനി സെക്രട്ടറി. അപ്പം സയൻസ് കഴിഞ്ഞിട്ട് എങ്ങനെ CS-ലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഡിഫറൻസ് എന്തായിരുന്നു? പലരും നമ്മുടെ അടുത്ത് ചോദിച്ചെന്ന് വെച്ചാൽ സയൻസ് കഴിഞ്ഞിട്ട് അവർക്കൊരു ഡൗട്ട് ഉണ്ട് ഒക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. നമ്മൾ ഈ 12th വരെ പഠിച്ചതിൽ നിന്ന് ഡിഫറെന്റ് അല്ലേ? എനിക്കാണ് അക്കൗണ്ട്സിന്റെ ലെജർ വരയ്ക്കാനും പോലും അറിയില്ല. അതുപോലും ബേസ് പോലും നമുക്ക് അറിയാതെയാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഞാൻ നോക്കിയത് ഇതിന്റെ ആ ഒരു സിലബസും സബ്ജക്റ്റും ഒക്കെ എൻ്റെ ഒരു ഇഷ്ടവും താല്പര്യം അതിനനുസരിച്ച് പറ്റുന്നതായിരിക്കും തോന്നി. നല്ല പേടി ഉണ്ടായിരുന്നു, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ബിഗിനിങ് ക്ലാസ്സുകളിലൊക്കെ നമുക്ക് എല്ലാവരും പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യുമ്പോൾ സയൻസ് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ അധികം ടൈം എടുക്കും. പക്ഷെ കമ്പാരിറ്റീവ്ലി നിങ്ങൾ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് വരും അക്കൗണ്ട്സ് പോലുള്ള സബ്ജക്റ്റുകൾ. ബാക്കി ലോ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അക്കൗണ്ട്സ് പിന്നെ ഫിനാൻസ് റിലേറ്റഡ് ആകുമ്പം നമുക്ക് മാത്സിന്റെ ഒരു ഇതുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്തു. എന്നാലും അക്കൗണ്ട്സിൽ കുറച്ചുകൂടെ സയൻസ് സ്റ്റുഡൻസിന് കുറച്ചുകൂടെ ഡിഫറെന്റ് അപ്രോച്ചാണ്. അപ്പം നിങ്ങൾക്ക് ഈ CS അല്ലാണ്ട് പുറമെ കുറേ കമ്മിറ്റ്മെന്റ്സ് ഉണ്ടാവും. ചേച്ചിയാണെങ്കിൽ മാരീഡ് ആണ്, കുട്ടിയുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കമ്മിറ്റ്മെന്റിന്റെ ഇടയിൽ എങ്ങനെയാണ് CS കംപ്ലീറ്റ് ചെയ്ത് അത് ബോത്തും ഒരു തവണ തന്നെ എഴുതിയിട്ട് പാസ്സായി? എങ്ങനെയാണ് ഇത് സാധിച്ചത്? ലൈക്ക് കുട്ടീനെ മാനേജ് ചെയ്യണം, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റഡീസ് മാനേജ് ചെയ്യണം, എങ്ങനെ മെയിനായിട്ട് എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടാണ് മെയിനായിട്ട്. എൻ്റെ ഹസ്ബൻഡ് എന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യും. പുള്ളി തന്നെയാണ് ഇതിലും പൊയ്ക്കോ എന്ന് പറഞ്ഞാണ് വിട്ടത്. പിന്നെ വീട്ടുകാർ, മോളും കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു എന്നെ. അവൾക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി ആദ്യം, പിന്നീട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവൾക്ക് മനസ്സിലായി ഞാൻ പഠിക്കണമെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെ അങ്ങനെ കഴിഞ്ഞു. എക്സിക്യൂട്ടീവ് കംപ്ലീറ്റ് ചെയ്തെടുത്തു ഞാൻ. എനിക്ക് ആകെ ഒരു ഇതുണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എക്സിക്യൂട്ടീവ് വേഗം ഒന്ന് പാസ്സായി കിട്ടാന്നുള്ള ഇതിലായിരുന്നു. ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തു, കിട്ടി. അത് ചെറിയ കാര്യമില്ല, നമുക്ക് വേറെ ഒരു ജോബ് ഇല്ലാതെ തന്നെ നല്ല അത് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഭയങ്കര പാടാന്നുള്ളത്. ആഗ്രഹം ഉണ്ടെങ്കിൽ പാട് ഫാക്ടർ ഒരു വിഷയമല്ല. നമ്മൾ എന്ത് മനസ്സുകൊണ്ട് വിചാരിക്കുന്നോ നമുക്കത് നേടിയെടുക്കണമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആ വഴികൾ തുറന്നു കിട്ടും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഇതിലേക്ക് വരുമ്പോ തന്നെ എല്ലാരും CS ഭയങ്കര പാടാണ്, ഒട്ടും പറ്റില്ല. അത് കേൾക്കുമ്പോ കുട്ടികളും പേടിക്കും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മാത്രല്ല നമ്മുടെ അടുത്ത് പറയുന്ന ഫാക്ടർ എന്താണെന്ന് പാസിംഗ് പെർസെന്റേജ് കേൾക്കുമ്പോഴേ നമുക്കൊരു പേടിയാണ്. അപ്പോൾ ശരിയാണ്. അപ്പം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലേ പാസ്സായി എന്ന് പറയുമ്പോൾ, വളരെ സന്തോഷം. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പം ചേട്ടനാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് IIIലേക്ക് വന്നു, നിങ്ങൾ +2 കഴിഞ്ഞ് വന്നു, ചേച്ചി LLB കഴിഞ്ഞ് വന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് III ചൂസ് ചെയ്യാൻ കാരണം? നമ്മൾ CS-ലേക്ക് വരുമ്പോൾ തന്നെ ഓഫ്കോഴ്സ് നമ്മൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യല്ലേ ഇതിന്റെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത് പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് CS എന്നുള്ളത്. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തായാലും ബെസ്റ്റ് ആയിരിക്കണം എന്നുള്ളത് നമ്മൾ നോക്കി. അപ്പം കുറേ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ നോക്കി, ചിലരോട് ചോദിച്ചു. അപ്പം നിലവിൽ കേരളത്തിൽ നിൽക്കണം പഠിക്കണം എന്നായിരുന്നു. അപ്പം അതിലേക്ക് ബെസ്റ്റ് എന്ന് വെച്ചാൽ എല്ലായിടത്തും കണ്ടപ്പോൾ തന്നെ III ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ നല്ലോണം സെർച്ച് ചെയ്തു. ഞാൻ അങ്ങനെ സെർച്ച് ഒന്നും ചെയ്തൊന്നുമില്ല. ഞാൻ ചുമ്മാ പാലാരിവട്ടത്ത് ഇറങ്ങി അങ്ങ് നടക്കുമായിരുന്നു. അപ്പൊ ആദ്യം നല്ല ഹൈലൈറ്റ് ആയിട്ട് ബോർഡ് കാണാൻ പറ്റി, ഈ വഴി നടന്നപ്പോ ഇവിടെയായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ഇവിടെ കയറി. എന്ന് പറഞ്ഞാൽ CS-ന്റെ ക്ലാസ് തുടങ്ങുന്ന തലേ ദിവസം ഞാൻ ഇവിടെ അന്വേഷിക്കാൻ വരുന്നു. അപ്പൊ നാളെ ബാച്ച് തുടങ്ങും എന്ന് പറഞ്ഞു. കണ്ണും കൂട്ടി ഞാൻ അവിടെ കയറി. ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നി ഇത് ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. പക്ഷെ വന്നതും ബെറ്റർ ആയിരുന്നു. എന്തായാലും പഠിക്കാൻ ഇറങ്ങിയതല്ലേ, എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളതിൽ വന്നാണ്. പക്ഷെ നല്ലതായിരുന്നു. ചില ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ CS-നെക്കാട്ടും പ്രയോറിറ്റി വേറെ പ്രൊഫഷണൽ കോഴ്സ് കൊടുക്കും. ഇതിന്റെ പാസിംഗ് പെർസെന്റേജ് കുറവാണ്. പക്ഷെ III സംബന്ധിച്ചാണെങ്കിൽ എല്ലാത്തിനെയും CA-നെയും മറ്റ് എല്ലാ പ്രൊഫഷണൽ കോഴ്സും കാണുന്ന പോലെ തന്നെയായിരുന്നു CS. എല്ലാ ഫാക്കൽറ്റീസ് ആണ് CS-നെയും CA-നെ പോലെ തന്നെ ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി, വീഡിയോസിലൊക്കെ മനസ്സിലായി. അങ്ങനെയൊക്കെ ചൂസ് ചെയ്തു.
ഇപ്പം CS എന്ന് പറയുന്നത് ഇപ്പം നമ്മളെല്ലാം ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഭയങ്കര ടഫായിട്ടുള്ളൊരു സബ്ജക്ട്, ഐ മീൻ ഒരു കോഴ്സാണ്. അപ്പോൾ ഇതിനകത്ത് സബ്ജക്ട്സും അതേപോലെ തന്നെ ഭയങ്കര പാടായിട്ടുള്ള സബ്ജക്ട്സാണ്. അപ്പം ഈ വാസ്റ്റ് സബ്ജക്ട്സിനെ എല്ലാം, വാസ്റ്റ് സിലബസിനെ എല്ലാം നിങ്ങൾ എങ്ങനെ കവർ ചെയ്തു? ലൈക്ക് ഓരോ ചാപ്റ്റേഴ്സും നല്ല വാസ്റ്റാണ്, ചില ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ ചെറുത്. അത് ഓരോ സബ്ജക്റ്റിലും അതേപോലെ തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്തത്? ചേച്ചി ബോത്ത് ഒരുമിച്ച് എഴുതി, ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 7 ദിവസം എക്സാംസ് ഉണ്ടാവും. അപ്പം എങ്ങനെ മാനേജ് ചെയ്തു? മാനേജ് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ 2-3 പ്രാവശ്യം ഫസ്റ്റ് അറ്റംപ്റ്റിൽ എഴുതിയപ്പോൾ എനിക്ക് ഒരു പേപ്പറായിരുന്നു പോയച്ചത്. അത് അക്കൗണ്ടിങ് പേപ്പർ. എനിക്ക് ബേസ് ഉണ്ടായിരുന്നില്ല അക്കൗണ്ടിങ്ങിൻ്റെ. പിന്നെ ഞാൻ അതിനു വേണ്ടി കുറേ ട്രൈ ചെയ്തു, ഇരുന്ന് പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്തു, ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ഓരോ സബ്ജക്റ്റ് ഞാൻ പഠിച്ചു. അങ്ങനെ പഠിച്ചു. രണ്ടും എഴുതി, ഒരു ഗ്രൂപ്പെങ്കിലും കിട്ടണം എന്നുള്ളതിലാണ് ഞാൻ എഴുതിയപ്പോൾ 2 ഗ്രൂപ്പും കിട്ടി. ഭയങ്കര ഹാപ്പിയായി 2 ഗ്രൂപ്പ് ഒരുമിച്ച് കിട്ടിയപ്പോൾ. എന്തായാലും എനിക്ക് പാടുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ടാക്സും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും ആയിരുന്നു. എനിക്ക് രണ്ടിലും ബേസ് ഇല്ലാത്ത സബ്ജക്റ്റാണ്. ലോ പേപ്പേഴ്സ് ഞാൻ LLB കഴിഞ്ഞ് വന്നതുകൊണ്ട് എനിക്ക് ലോ പേപ്പേഴ്സ് പൊതുവേ ഈസി ആയിരുന്നു. എനിക്ക് വലിയ പാഠം ഉണ്ടായിരുന്നില്ല. ഇതിനു വേണ്ടി ഞാൻ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നു ഈ പാടുള്ള 2 സബ്ജക്റ്റ്, ടാക്സും കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങും. വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്. 2 ടൈപ്പ്, ഡയറക്റ്റും ഇൻഡയറക്റ്റും ഉണ്ട്. രണ്ടും നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയോ കഷ്ടപ്പെട്ടു പഠിച്ച്. സിലബസിന് അപ്രോച്ച് ചെയ്യേണ്ട ഒരു വേ ഉണ്ട്. എനിക്ക് തോന്നുന്നു ട്രിപ്ലൈയുടെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ അവരത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. കാരണം അത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാകത്തില്ല എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യണമെന്ന്. അപ്പോൾ എല്ലാം കൂടി പഠിച്ചിട്ട് പോകാൻ പറ്റത്തില്ല, ഇറ്റ്സ് ഇമ്പോസിബിൾ. അപ്പോൾ അതെങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് മനസ്സിലായാൽ ഓൾമോസ്റ്റ് എവറിത്തിങ് നമുക്ക് കവർ ചെയ്യാം. ഓൾമോസ്റ്റ്, എന്നാലും ഫുൾ കവർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു മെറ്റീരിയൽ വായിച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും ഓട്ടോമാറ്റിക്കലി ഇന്ന പോർഷനാണ് വായിക്കേണ്ടത്, ഈ രീതിയിലാണ് വായിക്കേണ്ടത്. ലോ ലാംഗ്വേജ് അല്ലേ, ഡിഫറെൻ്റ് ആണ്. ഇപ്പൊ ടാക്സ് ഒക്കെ ആണെങ്കിലും അരവിന്ദ് സാറൊക്കെ ആണെങ്കിൽ അത്രയും അത് കട്ട് ഷോട്ട് ചെയ്ത് നമുക്ക് തന്നത് പ്രിന്റഡ് പേപ്പേഴ്സ് പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള നിയർ 2000 പേജ് ഒക്കെ ചില മെറ്റീരിയൽ. അത് ഇവിടെ നിന്ന് തരുന്ന നോട്ട്സ് നല്ല നല്ല നോട്ട്സുകളായിരുന്നു. നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടൈപ്പ് നോട്ട്സ് ആയിരുന്നു. ഇവിടുന്ന് കിട്ടുന്ന നോട്ട്സിനെ കുറിച്ചുള്ള ഒരു വളരെ നമ്മുടെ ICSIന്റെ മെറ്റീരിയൽസിന്റെ ഒരു സിംപ്ലിഫൈഡ് വേർഷൻ ഇവിടുന്ന് കിട്ടുന്നുണ്ടല്ലേ. അപ്പം അത് കാരണം നിങ്ങൾക്ക് നല്ല ബെനിഫിഷ്യൽ ആയിട്ട് നല്ല ബെനിഫിഷ്യൽ ആയിരുന്നു. നമുക്ക് ഞാനാണെങ്കിൽ ICSIയുടെ ടെക്സ്റ്റ് ബുക്കുകൾ വളരെ ചുരുക്കം എടുത്തേക്കുന്നത്. ഏതോ 1-2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ഞാൻ എടുത്തിട്ടില്ല, എന്റെ ഇപ്പോഴും പുതിയതുപോലെ ഇരിക്കുന്നത്. 1-2 മാത്രമേ എടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാം എടുത്ത നോട്ട്സ് വെച്ച് തന്നെയാണ് പഠിച്ചത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, അത് രണ്ടും ഞാൻ കൂടുതലും പഠിച്ചത്. അവര് ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും പ്രിന്റഡ് കോപ്പീസ് തരും. അപ്പൊ നല്ലതായിട്ട് ബെനിഫിഷ്യൽ. ബിക്കോസ് ചിലർക്ക് ഈ ഒരു മെറ്റീരിയൽ വായിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. ആ ഒരു പേപ്പർ കാണുമ്പോൾ തന്നെ ചിലരുടെ താല്പര്യം കുറയും. പക്ഷെ പ്രിന്റഡ് ആകുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ചെറുതാക്കി തരുന്നു. ഷോർട്ട് നോട്ട്സ്, അതായത് പഠിക്കാൻ ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് ആയ നോട്ട്സ് മാത്രമേ അവർ നമുക്ക് പ്രിന്റഡ് പേപ്പറിൽ തരുള്ളൂ. നമ്മൾ അത് മാത്രം ചിലപ്പോൾ പഠിച്ച് പരീക്ഷ എഴുതിയാൽ പാസ്സാവും. ഞാനത് പഠിച്ചാലും പാസ്സായത്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് തുറക്കാറ് പോലും ഉണ്ടായിരുന്നില്ല. ആകെ അവർ നമ്മൾക്ക് പറയുമല്ലോ ഇന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കണം എന്ന് പറയുന്നത് മാത്രമേ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 1000 പേജ് ഒക്കെ ഉള്ള മെറ്റീരിയൽ നമ്മളത് ഫുള്ള് പഠിച്ചാൽ തന്നെ അതിനകത്ത് കുറേ അൺനെസസറി കാര്യങ്ങളുണ്ട്. പക്ഷെ ട്രിപ്ലൈഡ് മെറ്റീരിയൽ അതെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് വേണ്ട കാര്യം മാത്രം. അതിപ്പോൾ റിവിഷൻ ആണെങ്കിലും ഇപ്പോൾ നിങ്ങൾ ICSIന്റെ മെറ്റീരിയൽ പഠിച്ചു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് എക്സാമിന് അതൊന്നും ഓർക്കാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് ഡേ ബിഫോർ എക്സാം നോക്കണമെങ്കിൽ എന്താണേലും ഇത് കുഞ്ഞു കുഞ്ഞു നോട്ട്സും ട്രിപ്ലൈ അതെ അതുപോലത്തെ മെറ്റീരിയൽ നമ്മളിവിടെ CSET തൊട്ടാ ജോയിൻ ചെയ്ത ഗോപിക ജനക്ക്. അപ്പൊ അതില് CSETന്റെ ആണെങ്കിലും മെറ്റീരിയൽ നല്ലോണം വാസ്റ്റ്. അത് ഇവര് 4 പേപ്പറായിരുന്നു. നമുക്ക് 4 പേപ്പറിനും 4 എണ്ണമായിട്ട് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്. ഇപ്പൊ CSET എന്ന് പറയുന്നത് ഈസിയാണ്, എക്സിക്യൂട്ടീവ് പോലെയല്ല, ഭയങ്കര ഈസിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും വളരെ കറക്റ്റായിട്ട് നമ്മളെ പഠിപ്പിക്കുകയും കാര്യങ്ങളെന്ന് വെച്ചാൽ ഒന്നും ലൈറ്റായിട്ട് എടുത്തിട്ടില്ല. എല്ലാം അതിൻ്റെ തന്നെ രീതിക്ക് അതെ സീരിയസ്നെസ്സിൽ തന്നെ പഠിപ്പിച്ചു. കാരണം CSET ഭയങ്കര കുറച്ച് കൊണ്ടുപോയാൽ പിള്ളേരെ എക്സിക്യൂട്ടീവിനും അത്ര സീരിയസ്നെസ് കൊടുക്കില്ല. CSET പാസ്സാവുന്ന കുട്ടികൾക്ക് ഒരു പുറമേ ഒരു ധാരണ ഉണ്ടാവും. ഓക്കെ CS എക്സിക്യൂട്ടീവ് മുൻധാരണയിലായിരിക്കും വരുന്നത്. ഇപ്പൊ CA ഫൗണ്ടേഷൻ ഒക്കെ അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. സോ പിള്ളേർക്ക് ഒരു ആ ഒരു സീരിയസ്നെസ് ഉണ്ട്. കയറുമ്പോഴേ പറയുന്നത് ഓക്കെ CA ടഫാണ്. CA ഫൗണ്ടേഷനിൽ തന്നെ ഫിൽട്രേഷൻ നടത്തുന്നുണ്ട്. നല്ല പാടാണ്, പാസിംഗ് പെർസെന്റേജ് നല്ല കുറവ്. അതുകൊണ്ട് ആ സീരിയസ്നെസ് അവർക്ക് അവസാനം വരെ കാണും.
ഇവിടെ അങ്ങനെയല്ല. ഇവിടുത്തെ ആദ്യത്തെ ക്ലാസ്സിലൊന്നും ഒന്നുമില്ല. സാറ് വരുമ്പോഴേ പറയുന്നത് എത്ര മണിക്കാ ക്ലാസ് തീരുന്നതെന്ന്, എത്ര നേരത്തെ വിടാൻ പറ്റും അതായിരിക്കും പിള്ളേർ ആദ്യം ചോദിക്കുന്നത്. എന്നിട്ട് അവസാനം എത്തുമ്പോൾ സിലബസ് ഇത് തീരത്തില്ല, പോർഷൻ തീരത്തില്ല. അപ്പൊ ഏപ്രിലിൽ കഴിയേണ്ട ക്ലാസ് മെയിലായിരിക്കും കഴിയുന്നത്. അതുകൊണ്ട് ചിലര് ഒരു മാസം ലീവൊക്കെ എടുത്തിരുന്ന് പഠിക്കും. പക്ഷെ പഠിച്ചത് വെറുതെയായില്ലല്ലോ. അതിലേട്ട് പറയുമ്പോ അങ്ങനെ പഠിക്കേണ്ട കാര്യം ചുമ്മാ ഇങ്ങനെ വായിച്ചത്. ഞങ്ങളൊക്കെയാണ്, ഞാനും ഗോപിയൊക്കെ ചേട്ടനാണെങ്കിൽ ഇവിടെ ഒരു ദിവസം പോലും ക്ലാസ്സിൽ അത് ആബ്സെന്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്ത ഒരാളാണ്. എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നു വീണ്ടും കുറച്ചുകൂടെ നേരം നിന്നിട്ട് നമുക്കും പറഞ്ഞു തരുന്നുണ്ട്. ക്ലാസ് പോലെ ഉപകാരം എനിക്കും ഉണ്ടായിരുന്നു. പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ JIGL-ഒക്കെ എഴുതാൻ പോയപ്പോ അത് തീർന്നില്ല, മൊത്തത്തിൽ പഠിച്ച് തീർക്കാൻ പറ്റില്ല. കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്, അത് വിട്ടാൻ ഞാൻ പോയത്. അത് വിട്ടിട്ട് ഞാൻ അങ്ങോട്ട് പോയി. ആദ്യം ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നു, 1025 മാർക്ക് അധികമായിരുന്നു. ഞാൻ വിചാരിച്ചു തീർന്നു. അപ്പൊ ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചു നോക്കിയപ്പോൾ ഞാനിവിടെ അപ്പൊ ആദ്യമൊക്കെ ഇവിടെ എൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് ക്ലാസ് എടുത്ത് കൊടുക്കുമായിരുന്നു. അപ്പൊ ജീവനൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുമ്പോൾ അന്ന് ഞാൻ അവർക്ക് എന്ന് വെച്ചാല് ഓരോ സെക്ഷനും അല്ലെങ്കിൽ ഓരോ ലോയും ഓരോ എന്താണ് പറയാ ഓരോ കേസ് ബേസ്ഡ് സ്റ്റഡിയായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്നുവെച്ചാൽ ലോസ് ആണ്, കേസ് ലോസ് വെച്ചാൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അതേ കേസ് ലോസിലെ കാര്യം തന്നെയായിരുന്നു ക്വസ്റ്റിന് വന്നത്. 3 മാർക്കിന്റെ വെച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ഉത്തരം എഴുതാൻ പറ്റുന്നത്, അല്ലാതെ ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചൊന്നുമില്ല. ആ ഓർമ്മയെന്ന് എടുത്ത് ഞാൻ എഴുതി അപ്രോച്ച് ഡിഫറെന്റ് ആ പഠിക്കുന്നത്. അതിലുള്ള രീതിയിലാണ് ഞാൻ ഗോപിക്ക് ഓൾമോസ്റ്റ് ചെയ്യുന്നത്. ഇവരൊക്കെ പഠിക്കുന്ന ആദ്യം ട്രിപ്പിൾ ആയിട്ട് പഠിക്കും. അത് ഇനി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് അതിനകത്ത് അതും കൂടെ പഠിച്ചിട്ടേ ഇത് വരുള്ളൂ. ഞാൻ ടെക്സ്റ്റ് ബുക്ക് നോക്കാറൊന്നും ഉണ്ടായില്ല, മെറ്റീരിയൽ മാത്രം നോക്കി. സെറ്റിംഗ് അപ്പ് ഒക്കെ എനിക്ക് തോന്നുന്നു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ പ്രാവശ്യം കുറെ ക്വസ്റ്റ്യൻസ്, ലേബർ ലോസിന് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായി. ഞാൻ ആകെ പഠിച്ചത് ഇവിടെ നിന്നുള്ള നോട്ട്സ് ആയിരുന്നു, ലേബർ ലോസിന്റെ. അത് പഠിച്ച് എഴുതിയാ ഞാൻ പാസ്സായത് ആ സെറ്റിംഗ് അപ്പ്. വലിയ ഉപകാരമായിരുന്നു അത്. നിങ്ങൾ ഇപ്പം എക്സാമിന് പോകുന്നതിന് മുന്നേ നമ്മൾ എന്തായാലും റിവിഷൻ നടത്തണം. അതായത് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഒരു മന്ത് എങ്കിലും മിനിമം നമുക്കൊരു സെൽഫ് റിവിഷന് വേണ്ടിയിട്ട് വേണ്ടി വരും. എത്ര റൗണ്ട് റിവിഷൻസ് കഴിഞ്ഞിട്ടുണ്ടാവും? നിങ്ങൾ സ്വന്തമായിട്ട് റിവിഷൻ ചെയ്തതും അല്ലാണ്ടാണെങ്കിലും റിവിഷൻസ് ചെയ്ത് എത്ര റൗണ്ട് എടുത്തിട്ടുണ്ടാവും? പഠിക്കാനാണെങ്കിൽ അതൊന്ന് മാറ്റി വെച്ചാൽ റിവിഷൻ 2 എണ്ണം വേണം. റിവിഷൻ ഇപ്പോൾ ചെല്ലം പറയുന്ന പോലെ റിവിഷൻ 1 മന്ത് ബിഫോർ, നമ്മൾ എക്സാമിന് 1 മന്ത് ബിഫോർ ഒരു റിവിഷൻ ചെയ്യണം. പക്ഷെ അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ചിലർ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ ഡേ ബിഫോർ എക്സാമിന് എന്നെ കൊണ്ട് പറ്റുന്നത് അങ്ങനെയല്ല, ഒരു പ്രാവശ്യം വായിച്ചാലെങ്കിലും മതി. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ ഒന്നുകൂടെ ഫുള്ള് നോക്കണം. എന്ന് വെച്ചാൽ നമുക്ക് 1 മാസം മുന്നേ ആയിരിക്കും നമ്മൾ ആ റിവിഷൻ ചെയ്തത്, പക്ഷെ അത് നമ്മൾ ഓർക്കണം എന്നില്ല. പക്ഷെ ഒരു ദിവസം മുന്നേ ഒന്ന് വെറുതെ വായിച്ചത് ഓർക്കും. അപ്പം അങ്ങനെ 3 പ്രാവശ്യമായിട്ടാണ്. 1 ആദ്യമേ പഠിക്കുക, 2 1 മന്ത് ബിഫോർ എക്സാം റിവിഷൻ, പിന്നെ ഡേ ബിഫോർ എക്സാം ഒന്നുകൂടെ റിവൈസ്. അതിലെ തേർഡ് ഒന്നാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. മിക്ക കുട്ടികളും നെഗ്ലക്ട് ചെയ്യുന്ന കാര്യം. കാരണം അവരുടെ വിചാരം ആ 1-2 ഞാൻ ഫുള്ള് മെറ്റീരിയൽ 2 തവണ ഫുള്ള് വായിച്ചു കഴിഞ്ഞാൽ എക്സാം തലേ ദിവസം എന്ത് ചെയ്യാനാണ്? ആ ഒരു അപ്രോച്ചിൽ പോയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ പലരും അത് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി പഠിച്ച സാധനം എന്നിട്ട് ക്വസ്റ്റ്യൻ ഓർമ്മ വരാത്തത്. ഞങ്ങളാണ് അവിടുന്ന് ഇവിടുന്നായിട്ടാണ് പഠിക്കാറാണ് ദിവസം. ബിക്കോസ് നമുക്ക് തീർക്കാൻ പറ്റില്ല. ബിക്കോസ് ഒരു 20ഓളം ചാപ്റ്റർ ഒരു ദിവസം കൊണ്ട് നോക്കാന്ന് വെച്ചാൽ ചെറിയ കാര്യം. എന്നാലും മാക്സിമം കവർ ചെയ്തിട്ട് പോയാൽ അത്ര ഓടിച്ചു വിട്ടാലും മതി, പെട്ടെന്ന് വായിച്ചു നോക്കിയാൽ മതി. നെക്സ്റ്റ് ഡേ നമുക്ക് കത്തുമല്ലോ. 1 മന്ത് ബിഫോർ നമുക്ക് അത് ഓർത്തെടുക്കാൻ പറ്റില്ല. ഡേ ബിഫോർ എക്സാം ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചെയ്യുമ്പോഴാണെങ്കിൽ ആദ്യത്തെ റിവിഷനിൽ തന്നെ ഞാൻ ഇവരിരുന്ന് നോട്ട് പിന്നെയും ഷോർട്ടാക്കും, ഞാൻ പേപ്പറിലാക്കും. അങ്ങനെ എല്ലാ ചാപ്റ്ററും പേപ്പറിലാക്കും. അപ്പോൾ 20 ചാപ്റ്ററും പേപ്പറിലാക്കും. എന്നിട്ട് അത് റിവിഷൻ ചെയ്യും. ആ 20 ചാപ്റ്ററും അരമണിക്കൂറിൽ എനിക്ക് എപ്പോൾ തീർക്കാൻ പറ്റുമോ അതുവരെ ഞാൻ റിവിഷൻ ചെയ്യും. അങ്ങനെ അരമണിക്കൂറിൽ തീർക്കാൻ പറ്റുവാണെങ്കിൽ തലേ ദിവസം തന്നെ റിവിഷൻസ് ചെയ്തിട്ടുണ്ടാവില്ലേ? അപ്പൊ നമുക്ക് അത്രയും റിവിഷൻ കൂടുന്നതനുസരിച്ച് പിന്നീട് ആ ഒരു ഹെഡിങ് വായിക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോയിന്റ്സ് നമ്മുടെ എന്ത് വരും, അതനുസരിച്ച് നമ്മുടെ സ്പീഡും കൂടും. ഞാൻ പഠിച്ചതെന്ന് പറഞ്ഞാല് വലിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ ഷോർട്ട് നോട്ട്സ് ആക്കി ചെറിയ ചാപ്റ്റേഴ്സ് ഒക്കെ ഞാൻ സ്വന്തമായിട്ട് ഒരു 2-3 പ്രാവശ്യം റിവിഷൻ ചെയ്യും. എനിക്ക് ഓട്ടോമാറ്റിക്കലി 2 പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഒരു ഓർമ്മ വരും. പിന്നെ എടുക്കുമ്പോൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ. പിന്നെ വലിയ ചാപ്റ്റേഴ്സ് ഞാൻ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഒക്കെ ആണെങ്കിൽ ഫോർമുലയൊക്കെ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കും. സെക്ഷൻസ്, കമ്പനിയിലൂടെ സെക്ഷൻസ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കും. അപ്പോൾ ഈ സെക്ഷൻസ് ഞാൻ ഡെയിലി റിവൈസ് ചെയ്യുമായിരുന്നു. ബസ്സിൽ പോകുമ്പോഴും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഫോണിൽ ഞാൻ നോട്ടിൽ സേവ് ചെയ്തിടും.
അപ്പോൾ ഈ സെക്ഷൻസ് നമ്മൾ മറക്കില്ല. അങ്ങനെയാണ് കൂടുതലും സെക്ഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ടിരുന്നത്. പാസ്സാവണം എന്നുള്ളൊരു ഭയങ്കര ഒരു ഡെഡിക്കേഷൻ തന്നെ നമുക്ക് മനസ്സിലാവും. ബസ്സിൽ പോകുമ്പോഴും ഫോണിൽ നോട്ടിലും ഒക്കെ സേവ് ചെയ്തെന്ന് പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഭയങ്കര ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നല്ലേ പാസ്സാവണം എന്നൊരു സാധനം. അല്ല, നീയ ചേച്ചിയുടെ ഒരു എക്സാമ്പിൾ ആണ്. എങ്ങനെ സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാർക്ക്, വെറുതെ വിട്ടിരിക്കുന്നവർക്ക് മാത്രമല്ല, ഫുൾ ഫാമിലി നോക്കേണ്ട ഒരാൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതും ബോത്ത് ഗ്രൂപ്പാണ്. അതും ബോത്ത് ഗ്രൂപ്പ്, കുട്ടിയായിട്ട് ബോത്ത് ഗ്രൂപ്പ് ഒക്കെ പാസ്സാകാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എൻ്റെ ഫാമിലി അവരെന്നെ എന്നെ സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അവരില്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടിങ്ങനെ പറയാനും ഇല്ല, എക്സാമും പാസ്സാവില്ലായിരുന്നു. അപ്പം നിങ്ങൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ നമുക്കൊരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഓക്കെ ചില എക്സാം ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ ഇറങ്ങി വരുമ്പോൾ ഓ പൊട്ടി, ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല പൊട്ടി എന്നുള്ളൊരു സാധനം വരുമല്ലോ. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ നിങ്ങൾക്ക് എന്തായിരുന്നു ഫീലിംഗ്? എന്തായിരുന്നു? ഓരോ 4 എക്സാം നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ആയിരുന്നു എഴുതിയത്, ചേച്ചി ബോത്ത് ഗ്രൂപ്പ് എഴുതിയില്ലേ? ഫസ്റ്റ് ഗ്രൂപ്പ് എഴുതുമ്പോഴും ഈ ബോത്ത് ഗ്രൂപ്പ് എഴുതുമ്പോഴും എഴുതി കഴിഞ്ഞിട്ട് ബോത്ത് ഗ്രൂപ്പ് എഴുതുമ്പോന്ന് പറഞ്ഞാല് ഉറക്കമില്ല, അതാണ് സത്യം. എന്നുവെച്ചാൽ ഈ 20 ചാപ്റ്റർ ഒരു സബ്ജക്റ്റിൽ നിന്ന് ഒരു രാത്രി കൊണ്ടൊന്നും നോക്കി തീരൂല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഓടിച്ചു പോകാനുള്ള സമയം നമുക്കുള്ളൂ. 7 ഡേയ്സ് നമുക്ക് അതിൻ്റെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുക പൊതുവെ അത്ര ഏതായാലും മൈൻഡ് ചെയ്യാതെ നമ്മൾ നാളത്തെ പരീക്ഷകളുള്ളത് എങ്ങനെയെങ്കിലും പഠിച്ച് തീർത്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുക എന്നുള്ള മൈൻഡിലാണ് ഇരുന്നത്. എങ്ങനെയോ പഠിച്ച് അത് ആ ഒരു ദിവസത്തിനുള്ളിൽ എല്ലാം പഠിച്ച് ഇന്നിപ്പോൾ കുഴപ്പമില്ലെങ്കിലും നാളത്തെ പരീക്ഷ എളുപ്പമായിരിക്കും എന്നുള്ള ഒരു മൈൻഡ് നമുക്ക് മനസ്സിൽ വരും. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാനിരിക്കും ഒന്നും കൂടി. അല്ലാതെ നമ്മൾ മൂഡ് ഓഫ് ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എന്തായാലും ഒരു ഗ്രൂപ്പെങ്കിലും കിട്ടണം, ആ ഒരു മൈൻഡിലാണ്. ഇന്നത്തെ ഈ ഗ്രൂപ്പ് പോയാലും അടുത്ത ഗ്രൂപ്പെങ്കിലും കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ട്. ആ ഒരു ഇതിലാണ് നമ്മൾ പോയി എക്സാം എഴുതണം പിറ്റേ ദിവസം. ഞാനങ്ങനെ എനിക്ക് എല്ലാ എക്സാം എഴുതി വന്നപ്പോഴും എനിക്ക് ജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എനിക്ക് പ്രതീക്ഷയില്ല. ആകെ എനിക്ക് സെക്യൂരിറ്റീസിലോ അത് മാത്രം കാര്യം, അതായിരുന്നു ഫസ്റ്റ് എക്സാം. അപ്പോൾ നമുക്കൊരു 3-4 ദിവസം അടുപ്പിച്ച് നോക്കാനുള്ള ടൈം ഉണ്ടായി. അതുകൊണ്ട് എനിക്ക് അത് മാത്രം ഇത്തിരി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. അത് പാസ്സാവും എന്നുള്ള ചിന്ത, പാസ്സാവും ഒരെണ്ണമെങ്കിലും പാസ്സാവും എന്നുള്ള ചിന്തയിലാണ് പിറ്റേ ദിവസം പോയി പരീക്ഷ എഴുതുന്നത്. ചിലവരിപ്പോൾ ആദ്യത്തെ എക്സാം പാടായാൽ നെക്സ്റ്റ് വണ്ണൊക്കെ ഭയങ്കര സീരിയസ്നെസ് എല്ലാം പോവും, ഭയങ്കര ലൈറ്റ്ലി എടുക്കും. ചിലപ്പോൾ ആദ്യത്തെ എക്സാമിനായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടും, പ്രതീക്ഷിച്ചതിലും കൂടുതൽ. അത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മാക്സിമം എഫേർട്ട് ഇട്ടതിന് എന്തായാലും റിസൾട്ട് കിട്ടും. അത് 2 പ്രാവശ്യം എക്സാം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എഫേർട്ട് ഇട്ടതിന് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ ഇടാൻ പറ്റുന്ന എത്ര എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. അല്ലാതെ ഒരെണ്ണം കുളമായി പോയി എന്ന് കരുതിയിട്ട് ബാക്കി എല്ലാത്തിനും അങ്ങ് അതേപോലെ എടുക്കേണ്ട ആവശ്യമില്ല. ചിലർ അങ്ങനെ ഒരു എക്സാം ബോറായ നെക്സ്റ്റ് എക്സാം എഴുതാതെ ഇരിക്കും, ബാക്കിയുള്ള പേപ്പേഴ്സ് അത്ര എഴുതാതെ ഇരിക്കും, ഫുൾ അറ്റൻഡേ വിടും. അങ്ങനെ ഇറങ്ങിപ്പോയവരുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പാടാണ് അപ്പൊ തന്നെ അറ്റംപ്റ്റ് ചെയ്യുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്യുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ആദ്യത്തെ പേപ്പർ എനിക്ക് JAG അല്ലായിരുന്നു. 25 മാർക്ക് എനിക്കറിയില്ല. ഞാൻ അവിടെ ഇട്ടിട്ട് പോയില്ല, അറിയാവുന്ന എല്ലാം എഴുതി. അടുത്ത എന്റെ ലക്ഷ്യം ഇതാണ്, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് എക്സംഷൻ, അത് മതി, അത് കുറച്ച് എഴുതിയാൽ മതി. ഞാൻ അടുത്തതിന് മോട്ടിവേഷൻ, അങ്ങനെ പഠിക്കാൻ പോയത്. അത് പറഞ്ഞ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ എക്സംഷന്റെ ഫാക്ടർ ആളുകൾ ചിന്തിക്കത്തോലും ഇല്ല അതിനെക്കുറിച്ച്. ആഗ്രഹം ഉണ്ടെങ്കിൽ അതെല്ലാം മനസ്സിലേക്ക് വരും. നമ്മൾ ആ ഒരു എക്സംഷൻ കിട്ടണമെന്ന് പറഞ്ഞ് പഠിക്കണം. ചിലർ ഈ 40 മാർക്സ് ഒക്കെ ജസ്റ്റ് പാസ്, 40 ഒരിക്കലും പ്രൊഫഷണൽ കോഴ്സുകളൊന്നും പഠിക്കാനായിട്ട് വരും. നല്ലതായിട്ടും എക്സംഷൻ എന്നുള്ള രീതിയിൽ പോയെങ്കിലേ ചില ആൾക്കാർ ഓക്കെ ഇത്ര മാർക്ക് മതി പാസ്സാവണമെങ്കിൽ അതിനു വേണ്ടി പഠിക്കാം എന്നുള്ളൊരു കാര്യം. അപ്പൊ അവർ അത്രയും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ ഒരു 60 മാർക്സ് അങ്ങനെ ആകുമ്പോൾ പാസ്സാവാനുള്ള ചാൻസ് വളരെ കുറവാണല്ലേ. നമ്മളെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നത് ഫുള്ള് കവർ ചെയ്യാം. ബിക്കോസ് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ വിട്ടിട്ട് പോയി അവിടെ അറിയില്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇത്ര നാൾ പഠിച്ചതിൽ എവിടെയെങ്കിലും അതിന്റെ ഒരു ഓർമ്മ നമുക്ക് കിടപ്പുണ്ടാവും. ഒരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ഓർമ്മയിലുണ്ടാവും. എന്തെങ്കിലും അറിയണത് എഴുതി വെക്കുക. ഒന്നും ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾ വെറുതെ വിട്ട് കളയാതെ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യുക. അതാണ് മെയിനായിട്ട് ഈ എക്സാമിൽ വേണ്ടത്. നിങ്ങൾക്ക് ഈ ട്രിപ്പിളിൽ വന്ന് പഠിച്ചിട്ട് നിങ്ങളുടെ ഇവിടുത്തെ ഫാക്കൽറ്റി പൂൾ അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? നിങ്ങളെ എത്രത്തോളം ഇവർ പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു, പിന്നെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു, ഈ മെറ്റീരിയൽസ് തരുന്നതിൽ ഹെൽപ്പ് ചെയ്തു എന്നുള്ളതിനെ കുറിച്ച്
ഞങ്ങൾ ജൂൺ 24 ബാച്ചായിരുന്നു. സോ ജൂണിൽ എഴുതിയത് ഒരു ഗ്രൂപ്പ് എഴുതി, അത് കിട്ടിയപ്പോൾ നെക്സ്റ്റ് ഒരു 6 months ഗ്യാപ്പ് ഉണ്ടല്ലോ പഠിക്കാൻ വേണ്ടി. ആ ടൈമിൽ നമ്മൾ സാർമാർ പഠിപ്പിച്ചൊക്കെ വെച്ച് തന്നെ ഒന്നുകൂടി ഇങ്ങനെ റിവൈസ് ചെയ്ത് അങ്ങനെ പഠിക്കുകയാണ്. അപ്പോൾ സാധാരണ കുട്ടികളെന്ന് വെച്ചാൽ ഡൗട്ട് അങ്ങോട്ട് എന്ന് ചോദിക്കുന്നു, അല്ലെ സാർ ഞാൻ ഇങ്ങനെ പഠിക്കുന്നത് എല്ലാം അങ്ങോട്ട് എന്ന് പറയുന്നത്, ഇത് സാർമാർ ഇങ്ങോട്ട് ചോദിക്കണം. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം അപ്രോച്ചേ ഡിഫറെൻ്റ് ആണ്. നമ്മൾക്കും ആഗ്രഹമുണ്ട്, അവർക്കും ആഗ്രഹമുണ്ട് നമ്മൾ പാസ്സാകണം. അപ്പോൾ ഏത് സമയത്ത് വിളിച്ചാലും ഏത് സാറുമാരും നമുക്ക് പറഞ്ഞു തരും ഏത് ഡൗട്ടാണുള്ളത്, എന്താണ് എങ്ങനെ ചെയ്യേണ്ടത്. ക്ലാസ് റൂമിലാണെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതാണ് ഇവിടുത്തെ ഫാക്കൽറ്റിയുടെ മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ലോയല്ലേ പഠിക്കുന്നത്, അപ്പൊ മെയിൻ ക്ലാസ്സിൽ ചിലപ്പോൾ ഉറക്കം വരും. ഇതിങ്ങനെ കുറെ അന്നേരം ഇവര് ആ ഒരു ഭയങ്കര ഫ്രണ്ട്ലി ബെസ്റ്റ് എന്ന് തന്നെ പറയാം. സെക്യൂരിറ്റി ലോ ഒക്കെ പഠിക്കുമ്പോൾ ഭയങ്കര പാടാണ്. സെക്യൂരിറ്റി ലോ മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. 4 വയസ്സുള്ള ക്ലാസ്സിൽ കിടന്ന് കരയുക ഒന്ന് പാസ്സാകാൻ ഒരു ചെറിയ കൊച്ചിനെ പഠിപ്പിക്കുന്ന പോലെ എന്ന് വെച്ചാൽ ബേസ് എന്ന് വെച്ചാൽ ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വേറൊരുത്ത് പോയി ഇതൊന്നും പഠിപ്പിക്കില്ലായിരിക്കും, നിങ്ങൾക്ക് ഇത് ഓൾറെഡി അറിയാൻ ചിലപ്പോൾ പ്രിസ്യൂം ചെയ്തായിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാം കഥ പോലെ എല്ലാം ആണെങ്കിൽ ഇപ്പം ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി അതിന്റെ ബാക്കിലേക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് പ്രേം സാർ തന്നെ സയൻസിൽ നിന്നും വന്ന ഇതെന്ന് വെച്ചിട്ട് സാർ ഫസ്റ്റ് പറഞ്ഞ ഡെഫിനേഷൻ കമ്പനി എന്താണ്, ഇങ്ങനെ ഒരു ബിൽഡിങ്ങിന്റെ പടം ഇതെന്താണെന്നറിയാമോ കമ്പനിയാണ്, ഇങ്ങനെയാണ് പുള്ളിക്കാരൻ കമ്പനി എന്താണെന്ന് പഠിപ്പിച്ചു തുടങ്ങുന്നത്. അങ്ങനെയാണ് മനുഷ്യന്മാരെയൊക്കെ വരച്ച് ഇതിന്റെ ആളാണ് പേര് കൊടുക്കും. ചോമൽ സാറിനെ വരയ്ക്കാറുണ്ട് ഇടയ്ക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും സാറുമാരും ഇതുപോലെ ഇല്ലസ്ട്രേഷൻ. കാരണം അത് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആക്കുമല്ലോ, നമ്മൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇവിടുത്തെ വർക്ക് ബുക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാ. നമുക്ക് ആൻസേഴ്സ് ചെയ്ത് പഠിക്കാനുള്ള ഒരു പ്രാക്ടീസ്, അത് ക്വസ്റ്റ്യൻസും ടെക്സ്റ്റില് എല്ലാം ഉണ്ടാവും. ബുക്കാണ് എല്ലാ സബ്ജക്ട്സിനും നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. അത് നമ്മളായിട്ട് ആൻസേഴ്സ് എഴുതാൻ നമ്മളൊന്ന് ട്രൈ ചെയ്യും, എഴുതാൻ ആ സ്ട്രക്ചർ ഒക്കെ നോക്കാനായിട്ട്. നമ്മൾ എഴുതി വന്നാലേ നമുക്ക് സ്പീഡ് കിട്ടുള്ളൂ എക്സാമിൽ എഴുതാൻ. 100 മാർക്സിന് എന്ന് പറഞ്ഞാൽ ഏകദേശം 6 ക്വസ്റ്റ്യൻസ്, അതിൽ തന്നെ സബ് പാർട്ട് അത് 4-5 ഒക്കെ ഉണ്ടാവും. അതൊക്കെ എഴുതണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈം മാനേജ് ചെയ്ത് എഴുതണം. അതിന് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം വർക്ക് ബുക്കിൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്ക് എക്സാമിന് അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ബോർഡ് എക്സാംസിനൊക്കെ എന്ന് പറഞ്ഞാൽ മോഡലുണ്ട്, നമുക്ക് പ്രാക്ടീസ് ഉണ്ട് അവിടെ. ഇതിന് അങ്ങനെ പ്രാക്ടീസ് ഇല്ല. അപ്പോൾ ഈ വർക്ക് ബുക്കാണ് നമ്മുടെ പ്രാക്ടീസ്. നമ്മളത് ചെയ്ത് ടൈം വെച്ചിട്ട് നമ്മൾ ചെയ്ത് ഓക്കെ. അപ്പോൾ ആൻസർ പ്രസന്റ് ചെയ്യാൻ വേണ്ടി ഒരു പെർട്ടിക്കുലർ രീതി ഉണ്ട് നമുക്ക്. CS-ന്റെ എക്സിക്യൂട്ടീവ് ആണെങ്കിലും പ്രൊഫഷണൽ ആണെങ്കിലും ഒരു പെർട്ടിക്കുലർ രീതിയിൽ വേണം നമ്മൾ ആൻസർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു സാധനം നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്ത് എങ്ങനെയാണ്? ഇപ്പം നല്ല കറക്റ്റായിട്ട് എല്ലാ സെക്ഷൻ നമ്പേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇന്ന ഡിസ്ക്രിപ്ഷൻസ് ആണ് കൊടുക്കേണ്ടത്, ഡെഫിനിഷൻസ് എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു സാധനം ബിൽഡ് ചെയ്തെടുത്തത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടാണോ അതോ ഇവിടെ നിന്നുള്ള ഫാക്കൽറ്റീസിന് ഹെൽപ്പ് വന്നിട്ടുണ്ടായിരുന്നു? കമ്പനിയിലോ ഫസ്റ്റ് ക്ലാസ് തുടങ്ങി തന്നെ മാം പറയും ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ എഴുതേണ്ടത്, എഴുതിപ്പിക്കും. എല്ലാ ക്ലാസ് കഴിഞ്ഞിട്ടും നമ്മൾ മാം ഒരു ക്വസ്റ്റ്യൻ തരും, ടൈം വെക്കും, എന്നിട്ട് നമ്മൾ ചെയ്യും. ലൈക്ക് 5 mark 8 mark ക്വസ്റ്റ്യൻസ് പെർ 8 minute 10 minute അതിനുള്ളിൽ എഴുതിക്കൊണ്ട് എല്ലാവരോടും പറഞ്ഞു തരും. നമുക്കൊരു ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒരു ബോഡി, കൺക്ലൂഷൻ, സെക്ഷൻ നമ്പേഴ്സ് ഒക്കെ വേണമെന്ന് വെച്ച് പറഞ്ഞു തരും. അപ്പം ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുന്ന പിള്ളേർ പോലും ഇനി ഏറ്റവും തൊട്ട് അങ്ങനെ വെച്ചവർ. പിന്നെ കേസ് ലോസ് റെഫർ ചെയ്ത് വരാൻ പറയും പിറ്റേ ദിവസം ആരെങ്കിലും കൊണ്ട് ഇതേപോലെ പറയിപ്പിക്കാൻ. അപ്പൊ ചിലപ്പോൾ ആ കേസ് ലോ ആയിരിക്കും എക്സാമിന് വരാൻ പോകുന്ന ഒരു ഇലിസ്ട്രേഷൻ. അപ്പൊ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഓർമ്മയിൽ അത് എഴുതും. ഒരു ആൻസർ എഴുതുമ്പോൾ കേസ് ലോസ് ഒക്കെ മെൻഷൻ ചെയ്ത് നമുക്ക് ഒരു അഡീഷണൽ ബോണസ് പോയിന്റ് ആയിട്ടൊക്കെ വരുന്നത്. കേസ് ലോന്റെ പേരെങ്കിലും എഴുതി തന്നെ ഒരു പോയിന്റ്. ഞാൻ കഴിഞ്ഞ എക്സാം കഴിഞ്ഞിട്ട് അതിന്റെ ആൻസർ അപ്ലൈ ചെയ്തായിരുന്നു, ആൻസർ ഷീറ്റ്. അന്നേരം ഞാൻ ECIPയുടെ പേപ്പർ തൊട്ട് നോക്കി. അന്നേരം ബാക്കിയുള്ള ആൻസേഴ്സ് എഴുതിയതിനെക്കാട്ടിലും ഒരു ആൻസറിന്റെ എനിക്ക് നല്ല വൃത്തിക്ക് അറിയാതെ അതിന്റെ കേസിലോ ആ പേരും എഴുതി 2 സെന്റൻസ് എഴുതി. അപ്പൊ തന്നെ ഫുൾ മാർക്കാണ് വീണത്. സാധാരണ ഒരിക്കലും CS എക്സാംസിൽ ഫുൾ മാർക്ക് ഇടൂല അവർ. 5 marks ആണ് നമ്മൾ വൃത്തിക്ക് എഴുതിയാലും 2 അല്ലെ 1 അല്ലെ 3. ഇതിന് ആ 5 വരെ ഇട്ട്. അപ്പൊ കേസിലോട് ഇമ്പോർട്ടൻസ് എനിക്ക് അതിന് മനസ്സിലായി. CS എക്സിക്യൂട്ടീവ് കഴിഞ്ഞു. ഇനിയിപ്പം CS എക്സിക്യൂട്ടീവ് കഴിഞ്ഞിട്ട് വാട്ട്സ് നെക്സ്റ്റ്? നിങ്ങൾ എന്താണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്? ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം, അതിൻ്റെ ഇടയിൽ എക്സാം, പ്രൊഫഷണൽ എക്സാം എഴുതണം. ഇതിനൊക്കെ മുമ്പ് നമുക്കൊരു ട്രെയിനിങ് ഉണ്ട് EDP എന്ന് പറഞ്ഞ്. അത് ഓൺലൈൻ EDP ഉണ്ട്, അവിടെ ഓഫ്ലൈൻ ക്ലാസ് റൂം EDP ഉണ്ട്. അത് ICSEയുടെ ചാപ്റ്ററിലാണ് നമ്മൾ പോയി ചെയ്യുന്നത്. 30 ദിവസം അത് ചെയ്താൽ മാത്രമേ നമുക്ക് ആർട്ടിക്കിൾഷിപ്പിന് കയറാൻ പറ്റുള്ളൂ. അപ്പം ഈ EDP കഴിഞ്ഞിട്ട് നമ്മൾക്ക് അടുത്തതായിട്ടൊരു സ്റ്റേജ് ഉണ്ട്, ആർട്ടിക്കിൾഷിപ്പ് എന്ന് പറയുന്നത് 1.5 years. അപ്പം നമ്മൾക്ക് കമ്പനീസിലും ചെയ്യാം, അത് ഫേമിലും ചെയ്യാം. അപ്പം അത് നിങ്ങൾ എവിടെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ആർട്ടിക്കിൾഷിപ്പ്?
അത് പലർക്കും പല ഒപ്പീനിയൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ധന്യാമം ഇടയ്ക്കൊന്ന് മെൻഷൻ ചെയ്തായിരുന്നു നമുക്ക് ഒരു പ്രാവശ്യം എംപ്ലോയറിനെ സ്വിച്ച് ചെയ്യാന്നുള്ളത്. സോ ഫസ്റ്റ്ലി നമ്മൾ കുറച്ച് നാൾ ഒരു ഫേമിൽ വർക്ക് ചെയ്ത് കാര്യങ്ങളെല്ലാം പഠിച്ച് പിന്നെ ഒരു റെപ്യൂട്ടഡ് കമ്പനിയിൽ, ഇതെനിക്ക് തോന്നുന്നു ആർട്ടിക്കിൾഷിപ്പിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിനും കുറച്ച് വിലയൊക്കെ ഉള്ള സാധനമാണ്. അപ്പോൾ ഒരു നല്ല സ്ഥലത്തു നിന്നാണെങ്കിൽ അതിനൊരു വാല്യൂ ഉണ്ട് അതിന്. അങ്ങനെ രണ്ടായിട്ടും നമുക്ക് ചെയ്യാം. ഫേമിൽ ചിലർ പറയും എക്സ്പോഷർ കൂടുതലാണ്, ഒത്തിരി സ്ഥലത്ത് നമുക്ക് പഠിക്കാൻ പറ്റും. കമ്പനി ആകുമ്പോൾ ബ്രാൻഡ് നെയിം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ രണ്ടിടത്തും സ്വിച്ച് ചെയ്യുവാണെങ്കിൽ നമ്മൾക്കൊരു റെസ്യൂമെ ഒക്കെ കൊടുക്കുമ്പോൾ നെക്സ്റ്റ് ഒരു ഇപ്പോൾ നമ്മൾ ഫെയിമിൽ ചെയ്യുവാണെങ്കിൽ അവർ ചെയ്യുന്ന വർക്ക് കൂടുതലാണ്. എന്നുവെച്ചാൽ പല പല കമ്പനിയുടെ പല പല വർക്കുകളാണ് ചെയ്യുന്നത്. ചെയ്തിട്ടുള്ള കോൺസെൻട്രേഷൻ അവിടെ വരുന്നത്. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ബോർഡ് മീറ്റിംഗ് അവരുടേതായ മാത്രം കാര്യങ്ങൾ മാത്രമേ വരുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യം വരുന്നില്ല. അങ്ങനെ പഠിക്കണമെങ്കിൽ നമ്മൾ ഫെയിമിൽ തന്നെ പോകണം. അപ്പോൾ നമുക്ക് അത്രയും കൂടുതൽ നോളജ്, അത്രയും വൈഡായിട്ടുള്ള ഏരിയ നമ്മൾ കവർ ചെയ്തു. ഒരു കമ്പനി എന്ന് പറയുമ്പോൾ അത്രയും വൈഡായിട്ട് പോകുന്നില്ല. ആ കമ്പനിയുടെ മാത്രം ചെറിയ കാര്യങ്ങളിൽ മാത്രം ചുരുങ്ങി. എന്താണ്, എനിക്കാണെങ്കിൽ ഫാമിലി ചെയ്യാനാണ് പകുതി ഫാമിലി, പിന്നെ കമ്പനി ചെയ്യാനാണ് ഇഷ്ടം. കൂടുതലും ഇഷ്ടം കമ്പനിയാണ്. നമുക്ക് പ്രൊഫഷണലും പഠിക്കണം ഒപ്പം. ലൈക്ക് നമുക്ക് ഇനി ഡിസംബറിൽ എഴുതാൻ പറ്റും, ഇപ്പൊ പാസ്സാർക്ക് ജൂണിൽ കൊടുക്കാൻ പറ്റില്ല. അത്രയും മന്ത്സ് ഗ്യാപ്പ് വേണം. അതും ഒപ്പം ഇനി പഠിക്കണം. അത് ഇതിന്റെ കൂടെ തന്നെ ആർട്ടിക്കിൾഷിപ്പിന്റെ കൂടെ തന്നെ സ്റ്റേജ് ആണ്. ചാലഞ്ച് അല്ലേ? എക്സിക്യൂട്ടീവ് കഴിയുമ്പോൾ നമുക്ക് പിന്നെ എക്സ്ട്രാ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ഞാൻ എക്സിക്യൂട്ടീവ് കഴിഞ്ഞു പ്രൊഫഷണൽ ഭയങ്കര ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇനി എന്തും നേരിടാനുള്ള ഒരു ധൈര്യം. അതാണ് സാറ് പറയുന്നത്. തുടക്കത്തിൽ പറയും മക്കളായത് നിങ്ങൾ വിചാരിക്കണമല്ല, പകുതി കഴിയുമ്പോൾ തന്നെ പ്രത്യേക എനർജി. ഇപ്പൊ അത് എക്സ്പീരിയൻസ് ചെയ്യും. ഒരു ഗ്രൂപ്പ് പാസ്സാകുമ്പോഴും അങ്ങനെ തന്നെയാണ്. അടുത്ത ഗ്രൂപ്പ് പഠിക്കാൻ നമുക്കൊരു ബൂസ്റ്റ് ചെയ്യാം. ചിലരത് കോൺഫിഡൻസ് ആയിട്ട് പിന്നെ ഒരെണ്ണം കൂടെ എഴുതിയെടുക്കണ്ട. ഒരെണ്ണം എന്തായാലും കഴിഞ്ഞില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പോവാം. കോൺഫിഡൻസ് നമുക്ക് ഒരെണ്ണം കഴിഞ്ഞില്ലാന്ന് വിചാരിച്ചു എപ്പോഴും ഡ്രോപ്പ് ചെയ്തു. ഒരെണ്ണം കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ എന്നേ തോന്നുള്ളല്ലേ. അങ്ങനെ തോന്നുന്നു. ഇനിയിപ്പം ഈ CS-ലേക്ക് വരാനായിട്ട് പ്ലാൻ ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം CS പഠിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കുട്ടികളുണ്ടായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, നിങ്ങളുടെ ഇത്രയും ഇവിടെ വരെയുള്ള CS ജേർണിയിൽ നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അവരോട് എന്തായിരിക്കും പറയാനുള്ളത്? ഹാർഡ് വർക്ക്, ഡോണ്ട് ഗീവ് അപ്പ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗീവ് അപ്പ് ചെയ്യരുത്. ഒരു പ്രാവശ്യം കിട്ടിയില്ല എന്ന് ഓർത്ത് വിഷമിക്കരുത്, പിന്നെ എഴുതാം, നമുക്ക് കിട്ടും. ഹാർഡ് വർക്ക് ചെയ്യുക, അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നൈറ്റ് ഡേ ആക്കി നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യണം. ലൈക്ക് CS ചൂസ് ചെയ്ത് വെച്ചിട്ട് റിഗ്രറ്റിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. തുടക്കത്തിൽ ഒരു പരിചയം ഇല്ലാത്തതായിട്ട് തോന്നും, ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. പക്ഷെ ഒരു പകുതി വരെ എത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഞങ്ങൾ പറയാം റൈറ്റ് പാത്ത് തന്നെയാണ് CS. ഇപ്പം ആഫ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ജോലിയിലാണെങ്കിലും നമ്മളൊക്കെ എന്തായാലും സാലറി ഇൻകം അതൊക്കെ എല്ലാവരും ഉദ്ദേശിക്കുന്ന കാര്യമാണ്. അതിനും ബെസ്റ്റാണ്. ഞാൻ പറയുകയാണെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. പക്ഷെ ഞാനെപ്പോഴും എല്ലാ ദിവസവും ക്ലാസ് തുടങ്ങി അങ്ങോട്ട് പാടാന്നറിയാം. എല്ലാ ദിവസവും ഞാൻ പഠിക്കുമായിരുന്നു. മിനിമം 2 മണിക്കൂറെങ്കിലും, മിനിമം 2 മണിക്കൂർ പഠിച്ചാൽ മതിയായിരുന്നു. അത് ഇന്നേ വരെ ഫോളോ ചെയ്തു. ആ എക്സാമിൻ്റെ സമയമാകുമ്പോഴും എന്താണ്, ഞാൻ മാക്സിമം 4 മണിക്കൂർ കൂടുതൽ പഠിച്ചിട്ടുള്ളൂ. 4 മണിക്കൂർ വെച്ച് പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു മെയിൻ സംഭവമാണ്. അതുകൊണ്ടെങ്കിൽ നമുക്ക് ഒരേ ലെവലിൽ തന്നെ പോയാൽ മതി, അത്ര പാടൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ ആ ടച്ച് നമ്മളെ വിട്ട് പോകത്തില്ല. ഒരു വലിയ തെറ്റിദ്ധാരണയുണ്ട്, ഇത് ഭയങ്കര പാടാണ്. ഇപ്പോൾ നമ്മൾ 12th കഴിഞ്ഞിട്ട് വന്നതാണ് ഞാൻ. സോ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഈ ഡിഗ്രി അല്ലല്ലോ എന്നാ ചോദിക്കുന്നത്. പിന്നെ CS-നെ കുറിച്ച് അറിയാവുന്നവർ പറയുന്നത് ഇത് ഭയങ്കര പാടല്ലേ. പാടാണ് സാധനം, പക്ഷെ നമ്മളുടെ അപ്രോച്ചും നമ്മളുടെ ഒരു ആഗ്രഹവും പോലെ. ഇപ്പോൾ എത്ര നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന കുട്ടിയാണെന്ന് പറഞ്ഞാൽ ഡിസയർ ഇല്ലെങ്കിൽ പാസ്സാവത്തില്ല. പക്ഷേ മേ ബി 12th ഒരു 60% വാങ്ങിയിട്ടുള്ള കുട്ടിയാണെങ്കിലും ഇതിനോടൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അയാൾക്ക് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അപ്പോൾ അത് നമ്മുടെ അപ്രോച്ച് മാറ്റേഴ്സ്. ഇപ്പം മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് എടുത്തിട്ടിരിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ, അവർക്കാണെങ്കിൽ ഇപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യണമെന്നൊരു തോന്നലുണ്ടാവും, ഇത് എന്നെ കൊണ്ട് പറ്റത്തില്ല എന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് മാറ്റം. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് ഒരു പേപ്പറാണ് പോയത്, ബാക്കി 2 പേപ്പർ എനിക്ക് കിട്ടിയായിരുന്നു. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പറാണ് പോയത്. എനിക്ക് ബേസ് പോലും ഇല്ലാത്ത പേപ്പറായിരുന്നു. 39 മാർക്സ് അറൗണ്ട് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അതിന് വേണ്ടി കുറേ സമയം ചിലവഴിച്ചു. കുറേ ചെയ്തിങ്ങനെ പഠിക്കാൻ വേണ്ടി വീഡിയോസ് കണ്ടു, പല ആൾക്കാരോടും ചോദിച്ചു പഠിച്ചു, ഇതിനെപ്പറ്റി അറിവുള്ള ആൾക്കാരോട് ചോദിച്ചു പഠിച്ചു. പിന്നെ ഞാൻ മെയിനായിട്ട് ഇതിൽ തിയറി ക്വസ്റ്റ്യൻസ് ഈ പ്രാവശ്യം വന്നാൽ നല്ല എളുപ്പമായിരുന്നു. ആ തിയറി നമ്മൾ കമ്പനിയിലെല്ലാം ഓൾറെഡി പഠിച്ചത് തന്നെയാണ്, അത് തന്നെ ഞാൻ ഇങ്ങോട്ട് എഴുതിയത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് പാസ്സായത്. നമുക്ക് പറ്റുന്നത് പഠിക്കുക, പറ്റാത്തത് വിടുക. നമുക്ക് പഠിക്കാൻ പറ്റൂല, ഒട്ടും പറ്റാത്ത ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ വിടുക. എന്നിട്ട് ബാക്കി പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് നല്ല രീതിക്ക് പഠിക്കുക. അതാണ് ഇതിലെ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യം.
പാസ്സായി കഴിഞ്ഞിട്ടും കുറച്ച് പിള്ളേരിങ്ങനെ ഒത്തിരി അറ്റംപ്റ്റ് കഴിഞ്ഞാൽ മെസ്സേജ് അയച്ചായിരുന്നു, ഇത് കണ്ടടി കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എന്നെ കൊണ്ട് പറയാൻ പറ്റണമല്ലോ ഞാൻ പറയാം. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയർ ടു സക്സസ് എന്ന് പറയാം, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. ചേച്ചി പറഞ്ഞ പോലെ 40-ൽ 39, 38 അല്ലെങ്കിൽ ആഗ്രിഗേറ്റിൽ പോകും, എല്ലാം പാസ്സായിട്ട് ആഗ്രിഗേറ്റിൽ പോകും, അങ്ങനെയൊക്കെ നിൽക്കുന്ന കുട്ടികളാണ്. അവരൊന്നും ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല, എങ്ങനെയുള്ളവരാണെങ്കിലും ഒരിക്കലും ഡ്രോപ്പ് ചെയ്യില്ല. ബിക്കോസ് ദേ ആർ സോ ക്ലോസ് ടു സക്സസ്. ഇച്ചിരി കൂടെ ഒന്ന് പോയാൽ ഉറപ്പാണ് കിട്ടും. അപ്പം നമ്മൾ അവർ നല്ലോണം മോട്ടിവേറ്റ് ചെയ്യും, പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. ആരും ഇത് ഡ്രോപ്പ് ചെയ്യില്ല. ഏത് പ്രൊഫഷണൽ കോഴ്സ് ആണെങ്കിലും ഇച്ചിരി പാടാണ്, എന്നാലും വിട്ട് കളയില്ലെന്നുള്ള ഇതാണ് ഇത് മെയിൻ. നമുക്ക് മടുപ്പ് തോന്നും, രണ്ടാമത് ഈ പഠിച്ച സാധനം തന്നെ പഠിക്കാൻ വേണ്ടി വീണ്ടും ഭയങ്കര മടുപ്പ് തോന്നും. പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ളൊരു ഇത് നമ്മുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇരുന്ന് പഠിച്ചു പോകും. അതാണ് ഇതിൻ്റെ ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. ഡിസയറാണ് താല്പര്യം. ഞാനൊക്കെ ആണെങ്കിൽ എന്താണ് ഇപ്പൊ ഇത് പാസ്സാവില്ലെന്ന് കരുതി മറ്റേ ഗൈഡ് മേടിച്ച് പിന്നെയും പഠിക്കാൻ തുടങ്ങിയതാണ്. ഒരാളുടെ ഡിസയർ ആകാര്യം എന്നുവെച്ചാൽ അവർക്ക് അതിനോട് ആഗ്രഹമുണ്ട്, പാസ്സാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എഴുതിയെടുക്കാൻ പറ്റും. കുറച്ചും കൂടെ കഷ്ടപ്പെട്ട് എഴുതിയെടുക്കാൻ പറ്റും, നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇട്ടിച്ച് വന്ന കുറേ ആളുകളുണ്ട്. മേ ബി അവർക്കൊരു ആഗ്രഹം ഇല്ലാണ്ടായിരിക്കും ഇതെടുത്തത്. അപ്പോൾ ഇട്ടേച്ച് പോകരുത് എന്നൊന്നും പറയില്ല, പക്ഷേ ലൈക്ക് നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തോന്നുവാണെങ്കിൽ ഇതിൽ തന്നെ നിൽക്കണം. നിങ്ങൾ കേപ്പബിൾ ആണെന്ന് തോന്നുകയാണ്. മേ ബി ലൈക്ക് ഈ അറ്റംപ്റ്റ് പോയാൽ ചിലപ്പോൾ അടുത്ത അറ്റംപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. പക്ഷെ ഒരുപാട് പ്രേം സാർ പറയുന്നുണ്ട്, നിങ്ങൾ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇട്ടിട്ട് പോകണം തന്നെയാണ്. സെന്റൻസ് പോലും എഴുതാൻ പറ്റത്തില്ല. കാരണം ICSI കൂടുതലും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ഡ്രാഫ്റ്റിങ്. നമുക്ക് അതിന് ആസ് എ CS നമുക്ക് അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം CA പോലെ നമുക്ക് കണക്കല്ലല്ലോ, കൂടുതലും എഴുതുന്നതായതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റിംഗ് ഇമ്പോർട്ടൻ്റ്. അപ്പം ചില പിള്ളേർക്ക് ഒരു സെന്റൻസ് പോലും എഴുതാൻ പറ്റത്തില്ല. ഈ ലോ ലാംഗ്വേജ് എഴുതാൻ കുറച്ച് പാടാണ്, ബുദ്ധിമുട്ടുള്ളവരുണ്ട്. ആ വേർഡ്സും ആ ഗ്രാമറൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം. അത് പറ്റാത്ത കുറേ കുട്ടികളുണ്ട്. ഇത്ര ടൈം ലിമിറ്റിനുള്ളിൽ എഴുതി തീർക്കാൻ പറ്റാത്ത കുറേ ആൾക്കാരുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്ത് പഠിച്ചാൽ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റും. ഇത്തവണ ഡ്രാഫ്റ്റിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിരുന്നു. 20 മാർക്കിന് ഡ്രാഫ്റ്റിംഗ്. വളരെ സന്തോഷം, എല്ലാവരും പാസ്സായതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും അവരുടെ ഹാർഡ് വർക്കിന് അതിൻ്റേതായിട്ടുള്ള പ്രതിഫലം കിട്ടി. എല്ലാവരും ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നു. CS എക്സിക്യൂട്ടീവ് വരെ എത്തി. ഇനി CS പ്രൊഫഷണൽ ഉണ്ട്, ഇനി ആർട്ടിക്കിൾഷിപ്പ് ഉണ്ട്. എല്ലാവരുടെയും ആർട്ടിക്കിൾഷിപ്പും പ്രൊഫഷണൽ ലെവലും ബാക്കിയുള്ള കരിയറും ഫ്യൂച്ചറും എല്ലാം നന്നായിരിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു.